ഈ പുസ്തകങ്ങളിൽ ഒന്നിൽ നിന്ന് ഒരു കുമാരനാശാൻ മുകളിലേക്ക് ചാടിയിറങ്ങി നമ്മളോട് പറയും, മിസ്റ്റർ ഗോപാലകൃഷ്ണ ഗോഖലെ, മിസ്റ്റർ ഗാന്ധി, മിസ്റ്റർ രവീന്ദ്രനാഥ ടാഗോർ. വേദവ്യാസൻ ഇരിപ്പിടത്തിൽ നിന്നും എല്ലാം എണീറ്റിട്ട് തന്റെ മുന്നിലെ മഹാനദിയിലേക്ക് പോയി. സ്നാനത്തിനൊടുവിൽ ശരീരം നദിയിലേക്ക് മുക്കിവെച്ച് ഒന്നുണർന്നെണീറ്റ് തന്റെ തപസ്സിന്റെ സർവശക്തിയും എടുത്ത് തന്റെ മക്കൾക്കു വേണ്ടി മരിച്ചുപോയവരെ പുനഃസൃഷ്ടിക്കുന്ന ഒരു രംഗം മഹാഭാരതത്തിൽ ഉണ്ട്. നാം പക്ഷേ അത് കണ്ടിട്ടില്ല. ഈ വാക്യം പറയുന്നതിന് ആധാരമായിട്ടുള്ള ശ്ലോകം ഇതാണ്: കുംഭക്ഷതത്തിൽ സ്ഫുടം ഇടകൾ നറുങ്ങിയിടവേ ഗാഠമായ നങ്കത്തിങ്കൽ കരേറി പരിചൊടു പരിരംഭിക്ക തുമ്പിക്കരോ ഒരു. ഇത് കുമാരനാശാൻ എഴുതിയതല്ല. കാളിയുടെ നാവ് എന്നെ നിലത്ത് വെച്ചു. ഒരു പൊട്ടുപോലെ ഞാൻ എൻ്റെ പിതാവിനെ കണ്ടു. അപ്പാ എന്ന് ഞാൻ വിളിച്ചു തീരും മുമ്പ് എൻ്റെ പിതാവ് ജലത്തിൽ നിന്ന് അലിഞ്ഞലിഞ്ഞു പോയി. അതുകൊണ്ട് വ്യാസ, അങ്ങ് തിരിച്ചു വരും നേരം ഞങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തു ഞാൻ തിരിച്ചു തരും എന്ന്. യുദ്ധമെല്ലാം കഴിഞ്ഞ് യുധിഷ്ഠിരൻ അധികാരത്തിലേറി സാമ്രാജ്യങ്ങൾക്കുമേൽ അവയുടെ ശക്തി വിസരിപ്പിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ മക്കളെയും മരുമക്കളെയും എല്ലാം നഷ്ടപ്പെട്ട്, സൈന്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട്, ആണുങ്ങളൊക്കെ കുറഞ്ഞുപോയ കുടുംബവുമായി കാടേറിയ ഒരു പിതാവിനെയും അമ്മയെയും അമ്മയ്ക്ക് സേവനത്തിന് പോയ ചെറിയമ്മയെയും പറ്റി മഹാഭാരതം പറയുന്നുണ്ട്. അത് ധൃതരാഷ്ട്രരും പത്നിയും പാണ്ഡവരുടെ അമ്മയും അവരോടൊപ്പം മരണപ്പെട്ട മക്കളുടെ വിധവമാരുമല്ലാതെ മറ്റാരുമായിരുന്നില്ല. ഈ കൂട്ടത്തെ വനത്തിൽ വെച്ച് കാണാനൊരിക്കൽ സാക്ഷാൽ വേദവ്യാസൻ ചെല്ലുകയുണ്ടായി. വ്യാസൻ പിതാവാണല്ലോ അവർക്ക്. അദ്ദേഹം കരഞ്ഞു കണ്ണുകൾ തളർന്നുപോയ ആ മക്കളോട് ഏറ്റവും വേദനയോടുകൂടി വാത്സല്യത്തോടുകൂടി ചോദിച്ചു, മക്കളെ, ഞാൻ എൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേടിത്തരേണ്ടത്? ധൃതരാഷ്ട്രർ മറുപടി പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഒരു വാക്കും പറഞ്ഞില്ല. ദുഃഖത്തിൻ്റെ മൗനം കുടിച്ചിരുന്ന ആ പിതാവ് തൻ്റെ ദുഃഖത്തിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ത്തി അവിടെ തന്നെ ഉറച്ചിരുന്നു പോയി. ദുര്യോധനന്റെ മാതാവ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ പാണ്ഡവരുടെ അമ്മ ധൃതരാഷ്ട്രരെയും ജ്യേഷ്ഠത്തിയെയും സേവിക്കാൻ വനത്തിലേക്ക് കയറിയ പാണ്ഡവരുടെ അമ്മ മാത്രം ഒരു കാര്യം പറഞ്ഞു: പിതാവേ, അങ്ങയുടെ തപശക്തി കൊണ്ട് ഇവർക്ക് നേടിക്കൊടുക്കാമെന്ന് പറഞ്ഞ കരുത്ത് ഇവരെ മൗനിയാക്കിയതിൻ്റെ അർത്ഥം അങ്ങയ്ക്ക് മനസ്സിലായില്ലേ? അങ്ങ് സ്വപ്നതുല്യമായ വാഗ്ദാനം അവർക്ക് കൊടുക്കുമ്പോൾ തങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ മക്കളെ തിരിച്ചു തരണമെന്നല്ലാതെ, കാലമേ നീ തിരിച്ചു തരണമെന്നല്ലാതെ മറ്റെന്ത് ആഗ്രഹമാണ് അവർക്കുണ്ടാവുക? എനിക്ക് എൻ്റെ കർണനെയും തിരിച്ചു കാണാൻ പിതാവേ. വേദവ്യാസൻ ഇരിപ്പിടത്തിൽ നിന്നും എല്ലാം എണീറ്റിട്ട് തൻ്റെ മുന്നിലെ മഹാനദിയിലേക്ക് പോയി. സ്നാനത്തിനൊടുവിൽ ശരീരം നദിയിലേക്ക് മുക്കിവെച്ച് ഒന്നുണർന്നെണീറ്റ് തൻ്റെ തപസ്സിന്റെ സർവശക്തിയും എടുത്ത് തൻ്റെ മക്കൾക്കു വേണ്ടി മരിച്ചുപോയവരെ പുനഃസൃഷ്ടിക്കുന്ന ഒരു രംഗം മഹാഭാരതത്തിൽ ഉണ്ട്. നാം പക്ഷേ അത് കണ്ടിട്ടില്ല. ഏത് ഹോളിവുഡ് സിനിമയെയും തകർക്കുന്ന രീതിയിൽ, വെല്ലുവിളിക്കുന്ന രീതിയിൽ ആ തപശക്തി മരിച്ചുപോയവരെ പിതാവിനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും മുന്നിൽ തിരിച്ചു കൊടുത്തു. ശിരസറുക്കപ്പെട്ട് യുദ്ധഭൂമിയിൽ മരിച്ചുപോയ ദുര്യോധന, ദുശാസന, പ്രിയപ്പെട്ടവനെ കർണ, എൻ്റെ 100 മക്കളെ അവർ വനത്തിൽ നിന്ന് തിരിച്ചു കയറുന്ന രംഗം അപാരമായി മഹാഭാരതം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. ഈ വേദവ്യാസൻ ഒരിക്കൽ കൂടി വന്നിട്ട് മലയാളിയോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എൻ്റെ തപശക്തി കൊണ്ട് ഞാൻ എന്താഗ്രഹമാണ് പൂർത്തീകരിച്ചു തരേണ്ടതെന്ന് ചോദിച്ചാൽ, മലയാളത്തിന്റെ ജലം, മലയാളം പെയ്ത മഴയത്രയും, മലയാളം ഒഴുകിയ നദിയത്രയും, മലയാളം മുളപ്പിച്ച മണ്ണത്രയും പറയുന്ന ഒരൊറ്റ കാര്യം: പല്ലനയിലെ ആറ്റിലേക്ക് മുങ്ങിപ്പോയ ഞങ്ങളുടെ കുമാരനാശാനെ തിരികെ തരുമോ എന്നതായിരിക്കുമെന്നത് മഹാഭാരതത്തിൽ നിന്ന് ആശാനെ തിരിച്ചെടുക്കുന്ന ഒരു വാക്യമാണ്. സാക്ഷാൽ തമ്പുരാൻ കവിഭാരതം എഴുതിയപ്പോൾ അതിൽ വിട്ടുപോയ മലയാളത്തിന്റെ കവി ശ്രീനാരായണ ഗുരുദേവനെ പറ്റി പറഞ്ഞുകൊണ്ടാണല്ലോ മധുസൂദനൻ സാർ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇവിടെ നടത്തിയത്. ആ ഗുരുവിനെ കവിഭാരതത്തിൽ ഉൾപ്പെടുത്താതെ പോയപ്പോൾ ശ്രീനാരായണനെ വാൽമീകിയാക്കിക്കൊണ്ട് മുലൂർ പത്മനാഭ പണിക്കർ എഴുതിയ വരി കേരളം പലവട്ടം ചൊല്ലിയിട്ടുണ്ട്: കാണും ജംഗമസ്ഥാവര നിഖില പദാർത്ഥങ്ങൾ നിത്യങ്ങളല്ലെന്ന് ഉൾക്കാമ്പിൽ തീർച്ച ചെയ്തും ചില കുറി കവിതാശക്തിയിൽ സക്തനായും
ചിൽക്കാരുണ്യം ലഭിപ്പാൻ കരുതിയും ഉടനെ മൗനമെന്തും ശിവശ്രീ ഭക്തൻ നാരായണ സ്വാമികൾ സുകൃത ശിരോമണി വാൽമീകിയത്രേ എന്ന് കവിരാമായണത്തിലെ വാൽമീകിയായി മുലൂർ പത്മനാഭ പണിക്കർ മറ്റൊരു കാവ്യചരിത്രം രചിച്ചു. ആ പുസ്തകത്തിൽ കുമാരനാശാനും കൊടുത്തു ഒരു സ്ഥാനം കവി പുങ്കവൻ ഗവയൻ. ഈ കുമാരനാശാൻ പിൽക്കാലത്ത് ചിന്താവിഷ്ടയായ സീത എഴുതിയപ്പോ അതിൽ സീതയുടെ ദുഃഖത്തിനും പ്രതീക്ഷകൾക്കും വിമർശനങ്ങൾക്കും മനനങ്ങൾക്കും അബോധങ്ങൾക്കുമെല്ലാം മലയാളം കണ്ട ഏറ്റവും വലിയ കാവ്യഭാഷ കൊണ്ടൊരു രാഷ്ട്രഭൂപടം തന്നെ നിർമ്മിച്ചു വെച്ചപ്പോൾ അതിൽ പാരിസ്ഥിതികമായ കുറച്ച് വരികളും എഴുതുകയുണ്ടായി. പെരുമാരിയിൽ മുങ്ങിമാഴുകിടുന്നൊരു ഭൂമിക്ക് ശരത്ത് പോലവേ പരമൻ അരികത്തിലെത്തി അപ്പരവിദ്യാനിധി നിന്നതോർപ്പു ഞാൻ നികടത്തിൽ മതീയമാശ്രമം മകളെ പോരികതോർക്ക നിൻ ഗൃഹം അകളങ്കമിവണ്ണമോദിയൻ അരികത്തകമാ ഒട്ടാറ്റി പിതൃപ്രിയൻ മുനി. എന്നടുക്കൽ വന്ന് മകളെ, നിറഗർഭവുമായി വേദനിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞെ, നീ എന്തിനു വേദനിക്കുന്നു? നീ എന്തിനു വിഷമിക്കുന്നു? നിന്റെ പിതാവിനെ പോലെ, നിന്റെ പിതാവ് തന്നെയായി ഞാൻ നിന്റെ അടുത്തുള്ളപ്പോൾ നിനക്കെന്റെ ആശ്രമത്തിലേക്ക് വരാമല്ലോ എന്ന് പറഞ്ഞ വാൽമീകിയെ ശ്രീനാരായണന് പകരമായി ശ്രീനാരായണനെ പോലെ ചിത്രീകരിച്ചുകൊണ്ട് ചിന്താവിഷ്ടയായ സീതയിൽ മറ്റൊരു മാനുഷിക വ്യക്തിത്വത്തെ, രാഷ്ട്രീയത്തെ സൃഷ്ടിച്ചെടുത്തു കുമാരനാശാൻ. ഈ കുമാരനാശാനെ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണ സാഹിത്യ ചരിത്രം പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് കുമാരനാശാനിന്റെ അഡോളസൻസ് കമ്പോസ്ഡ് ഇറോട്ടിക് പോയംസ് വിത്ത് ഈസ് എന്ന് ഡോക്ടർ KM തരകൻ, AD ഹരിശർമ്മ, ഇതൊക്കെ നാം പലവരും ക്ലാസ് മുറികളിൽ പോലും ആവർത്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. കുമാരനാശാൻ ചെറുപ്പകാലത്ത് ശൃംഗാര കവനങ്ങൾ എഴുതി നടന്നപ്പോൾ അദ്ദേഹത്തോട് ശ്രീനാരായണൻ പറഞ്ഞത്രേ, കുമാര, ഇനിമേൽ നീ ശൃംഗാര കവനങ്ങൾ എഴുതരുത്, നീ സ്നേഹഗാനങ്ങൾ മാത്രമേ എഴുതാവൂ. ആശാൻ തന്നെ സദാശിവന്റെ കയ്യിൽ കൊടുത്തിട്ടുള്ള തന്റെ ജീവചരിത്ര കുറിപ്പിൽ പറയുന്ന വാക്യം വെച്ചാണെങ്കിൽ, സ്വാമി അഡ്വൈസ്ഡ് ഹിം നോട്ട് ടു റൈറ്റ് ലവ് പോയംസ് ബീയിങ് സ്ട്രക്ക് വിത്ത് ദ ബ്യൂട്ടീസ് ഓഫ് ഡിവോഷണൽ പോയംസ് റിട്ടൺ ബൈ ഹിം എന്ന വാക്യമുണ്ട്. ഈ വാക്യം പറയുന്നതിന് ആധാരമായിട്ടുള്ള ശ്ലോകം ഇതാണ്: കൊങ്കക്കുംഭക്ഷതത്തിൽ സ്ഫുടം ഇടകൾ നറുങ്ങിയിടവേ ഗാഠമായ നങ്കത്തിങ്കൽ കരേറി പരിചൊടു പരിരംഭിക്ക തുമ്പിക്കരോ ഒരു. ഇത് കുമാരനാശാൻ എഴുതിയതല്ല, ഇത് കുമാരനാശാന്റെ മൗലിക രചനയല്ല. ഈ ശ്ലോകം പ്രബോധചന്ദ്രോദയം പരിഭാഷയുടെ 2ാം അംഗത്തിലുള്ള കൃഷ്ണമിശ്രന്റെ നാടകത്തിലെ വരികളാണ്. കുമാരനാശാൻ ശൃംഗാര കവനങ്ങൾ എഴുതിയിട്ടില്ല, ഇറോട്ടിക് പോയറ്റ് കവിതകൾ എഴുതിയിട്ടില്ല, സ്നേഹത്തിന്റെ ഗായകൻ തന്നെയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന അസാധാരണമായ കവിതയായിരുന്നല്ലോ പ്രിയപ്പെട്ട വി മധുസൂദനൻ നായർ ഇവിടെ ചൊല്ലിയ ലീല. ഒരുപക്ഷെ നാം ഓർക്കുന്ന നളിനി. ടാനിസാക്കിയുടെ ഒരു പുസ്തകമുണ്ട്, ഇൻ പ്രൈസ് ഓഫ് ഷാഡോസ്. ഈ പുസ്തകത്തെ ഉദ്ധരിക്കുന്ന കൃതി നിങ്ങൾക്ക് ഈ പുസ്തകോത്സവത്തിൽ നിന്ന് പല സ്റ്റാളുകളിൽ നിന്നും വാങ്ങാൻ പറ്റും. ആ പുസ്തകം മറ്റൊന്നുമല്ല, ഹെക്ടർ ഗാർഷിയയുടെ ഷിൻറിനി യോഖു എന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഒരു പദം അദ്ദേഹം പറയും, കമറേബി. ഇതിന് വിവർത്തനമില്ല. നിങ്ങൾക്ക് ലോകത്തിൽ ഒരു ഭാഷയിലും ഇതിനെ വിവർത്തനം ചെയ്യാൻ പറ്റില്ല. വാട്ട് ഈസ് കമറേബി? അൺട്രാൻസ്ലേറ്റബിൾ ടേം. ഇത് നിങ്ങൾ വനത്തിനുള്ളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടോ? വനത്തിനുള്ളിൽ ചെറുനിഴലുകൾക്കിടയിൽ വെളിച്ചം വീശുന്നത്, വെയിൽ വീശുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരുപക്ഷെ റാഷമോണിലെ എത്രയോ ദൃശ്യങ്ങൾക്കുള്ളിൽ ഈ സൂര്യനെ ആവിഷ്കരിച്ചിട്ടുണ്ട് ആ ചലച്ചിത്രമെന്ന് നമുക്കറിയാം. ഈ വെയിൽ കാണാൻ നാം കുമാരനാശാന്റെ കവിതയിലേക്ക് കടക്കുന്നു. കവിതയിൽ അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്ന ജൈവ വനങ്ങൾ നാം കാണുന്നു. ആഗതർക്ക് വിഹഗസ്വരങ്ങളാൽ സ്വാഗതം പറയും ആ സരോജിനി യോഗിയെ വശകനാക്കി രമ്യ ഭൂഭാഗഭംഗികൾ ഹരിക്കുമാരെയും. ഈ വനമേഖലയിലേക്ക് കടന്നുവാ നളിനി, നളിനിയുടെ പ്രിയപ്പെട്ടവനെ, വായനക്കാരെ എന്ന് വിളിക്കുന്ന നളിനിയിലെ ഈ വരികൾ വനത്തിനുള്ളിലേക്ക് കൊമറേബിയെ കാട്ടിത്തരുന്ന അസാധാരണമായ കാവ്യശില്പമാണ്. ലീലയിൽ അദ്ദേഹം എഴുതി, ഉടൽ വിളറി മുഷിഞ്ഞ വസ്ത്രലേശം തടവും അവൻ ബഹുദൂര ലക്ഷ്യനായി ഉടനെ വലിയ കാട്ടിൽ വൻമഴക്കാറിടയിൽ ഇളം പിറ പോലെ ലീനനായി. ഇവിടെ കൂടിയിരിക്കുന്ന കവികളും എഴുത്തുകാരും ഞങ്ങൾ അധ്യാപകരടക്കം പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രമേൽ സംസ്കൃതത്തിൽ കവിത എഴുതിയ, മണിപ്രവാള കവിതയെപ്പോലും പരാജയപ്പെടുത്തുന്ന അസാധാരണമായ കാവ്യഭാഷയെ സംസ്കൃതത്തിൽ നിന്ന് പോലും കണ്ടെത്തിയ കുമാരനാശാന്റെ കവിത എന്തുകൊണ്ട് ഇത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടതായിരിക്കുന്നു? കുമാരനാശാന്റെ കവിതയിൽ കേരളത്തിന്റെ ജൈവ പ്രകൃതിയുണ്ട്, കേരളത്തിന്റെ സ്നേഹമുണ്ട്, കേരളത്തിന്റെ പ്രതിരോധമുണ്ട്, കേരളത്തിന്റെ വെയിലുണ്ട്, കേരളത്തിന്റെ മഴയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയുന്ന ആ സ്വാഭാവികമായ യുക്തിയെയാണ് ജോസഫ് മുണ്ടശ്ശേരി ഈ നിയമസഭയുടെ
പ്രിയപ്പെട്ട മധുസ്വാർ പറഞ്ഞതുപോലെ നമ്മുടെ പ്രജാക്ഷേമ സഭയിൽ നിന്ന് ഐക്യ കേരള സഭയിലേക്ക് വരുമ്പോൾ ആ ഐക്യ കേരള സഭയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മുണ്ടശ്ശേരി മാസ്റ്റർ കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിളിക്കുകയുണ്ടായി. പക്ഷെ അത് കുമാരനാശാൻ ദുരവസ്ഥ എഴുതിയത് കൊണ്ടല്ല, കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകി എഴുതിയത് കൊണ്ടല്ല. അങ്ങനെ നാം തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ അത് കാവ്യചരിത്രപരമായ ഒരു വസ്തുത അല്ല. ആശാൻ വിഷാദാത്മകനാണ്, നൈരാശ്യവാദിയാണെന്നൊക്കെ ചില നിരൂപകന്മാർ അപരാധിപ്പെടുന്നുണ്ട് എന്ന വാക്യം പറഞ്ഞതിന് ശേഷം മുണ്ടശ്ശേരി മാസ്റ്റർ പറയും, യുവജന ഹൃദയം സ്വതന്ത്രമാണ്, അവരുടെ കാമ്യ പരിഗ്രഹേച്ഛയിൽ എന്നിങ്ങനെ ലീലയിൽ സാമൂഹിക നീതി വിമർശനപരമായി ചിലത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും പൊതുവെ ഈ കാവ്യങ്ങൾ മൂന്നിലുമായി, ലീലയിലും നളിനിയിലും വീണപൂവിലുമായി സാമൂഹിക വിപ്ലവത്തിന് പ്രേരകമായി സാരമായ ഒരു ഉദ്ബോധനവും ആശാൻ ചെയ്തിട്ടില്ല. സാമൂഹിക വിപ്ലവത്തിനു വേണ്ടി ആശാൻ ഒരു ഉദ്ബോധനവും ഈ കൃതികളിൽ ചെയ്തിട്ടില്ല. അന്ന് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മലയാള കവിതയെ നിയോ ക്ലാസിക് പോലീസ് രാജിൽ നിന്ന് മോചിപ്പിച്ച് മനുഷ്യരുടെ ജൈവ പ്രകൃതിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ വിപ്ലവം പൂർവ്വ കവികളിൽ പലരുടെയും കൈകളിൽ മാംസനിബദ്ധമായി കിടന്ന ശൃംഗാരത്തെ സംസ്കരിച്ചെടുത്ത് മിക്കവാറും ആത്മൈക്യത്തിൽ അധിഷ്ഠിതവും ഉദാത്തവുമായ പ്രേമമായി ഉയർത്തിക്കാട്ടുക എന്നുള്ളതായിരുന്നു. മലയാളിക്ക് പ്രേമിക്കാൻ കഴിയും എന്ന് കാണിച്ചു കൊടുത്ത കവിയാണ് കുമാരനാശാൻ. മലയാളിക്ക് വിപ്ലവം പറയാൻ കഴിയുമെന്ന് കാട്ടിക്കൊടുത്ത കവിയാണ് കുമാരനാശാൻ. മലയാളിക്ക് ജൈവിക ജലബോധമായി തീരാൻ കഴിയും എന്ന് കാട്ടിക്കൊടുത്ത കവിയാണ് കുമാരനാശാൻ എന്നുള്ളത് മുണ്ടശ്ശേരി പറയാതെ പറയുകയാണ്. ഈ സൃഷ്ടി പ്രക്രിയയിൽ ഇടപെട്ടത് കൊണ്ടാണ്, വിശ്വാമിത്രനെ പോലെ കാവ്യഭാഷയിൽ അങ്ങനെ ഇടപെട്ടത് കൊണ്ടാണ് കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിളിക്കുന്നത്. ഞാൻ എന്റെ വർത്തമാനം നീട്ടുന്നില്ല. ആ മഹാകവിയാണ് ചണ്ടാല ഭിക്ഷുകിയിൽ എഴുതിയത്, നീ എനിക്കൊരു തുള്ളി വെള്ളം താ. അങ്ങ് എന്നോട് വെള്ളം ചോദിക്കുന്നുവോ? എന്റെ ജാതി ഏതാണെന്ന് അങ്ങേക്കറിയുമോ? ജാതി ഞാൻ ചോദിക്കുന്നില്ല സോദരി, നീ തണ്ണീരെനിക്കുത, എന്റെ ദാഹത്തെ അടക്കുന്ന ജലം നീ എനിക്കുത. ആ ജലം കുടിക്കും ബുദ്ധ ഭിക്ഷു ആനന്ദൻ. പുണ്യശാലിനി, നീ പകർന്നിടും ഈ തണ്ണീർ തന്നെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിലർപ്പിക്കുന്നുണ്ടാവാം. നീ എനിക്ക് ജലം തന്നു പ്രിയപ്പെട്ടവളെ, നീ എനിക്ക് ജലം തന്നു സോദരി. ഈ ജലം ഒറ്റ യൂണിറ്റായിട്ടല്ല, നീ ഓരോരോ തുള്ളിയും എന്റെ അന്തരാത്മാവിലേക്ക് ഒഴിച്ച് ജാതിബോധത്തിന്റെ ഭേദബുദ്ധിയെ എന്റെ ഉള്ളിൽ നിന്നും നിന്റെ ഉള്ളിൽ നിന്നും ഈ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്നും നീ കടുകിക്കളഞ്ഞു എന്നെഴുതി വെച്ചപ്പോൾ ജലത്തെ ഏറ്റവും വലിയ പ്യൂരിഫിക്കേഷൻ ഏജന്റായി കുമാരനാശാൻ കൊണ്ടുവരികയായിരുന്നു. നാം അഥർവവേദ ഭൈഷജ്യത്തിൽ വായിച്ചിട്ടുണ്ട്, അപവാസേ നക്ഷത്രാണാം അപവാസ ഉഷസാമൃതം അപാസ്മാത് സർവം ദുർഭൂതം അപക്ഷത്രീയമുച്ഛതു. ഏറ്റവും വലിയ ഔഷധമേത് എന്ന ചോദ്യത്തിന് ഭാരതം പറയുന്ന മറുപടിയാണ് കാവേരിയുടെ പുരുഷൻ എന്ന നോവലിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. സാക്ഷാൽ കാവേരി നദിയുടെ ഉത്ഭവം പിറക്കുന്ന മഹാക്ഷേത്രത്തിന്റെ നടയിൽ നാം ചെന്നു നിന്നാൽ നമുക്കവിടെ നിന്ന് കിട്ടുന്ന വിഭൂതി ജലമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഔഷധമിതാ ജലം ആണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഈ ഔഷധശക്തിയുള്ള ജലത്തെ കാവ്യത്തിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് കേരളത്തിന്റെ ജാതിബോധത്തിനുള്ളിൽ ഇടപെട്ട ഏറ്റവും വലിയ തെറാപ്യൂട്ടിക് കവിയാണ് കുമാരനാശാൻ എന്ന് പറയുമ്പോൾ എന്റെ വർത്തമാനത്തിന്റെ സിംഹഭാഗവും കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഹെക്ടർ ഗാർഷിയയുടെ പുസ്തകമുണ്ടല്ലോ, ബുദ്ധാസ് കളർഫുൾ ഹിസ്റ്ററി is not unique. Since the beginning of civilization, mystics have looked to forests in search of inspiration. നിങ്ങൾ ആത്മീയതയുടെ, നാഗരികതയുടെ, സംസ്കാരത്തിന്റെ ആ ചലനാത്മകമായ ഭൂതകാലത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ആദിമ പ്രകൃതിയിൽ നമ്മുടെ മുനിമാർ ചെന്നിറങ്ങിയത് വനങ്ങളുടെ തടത്തിലായിരുന്നില്ലേ, മരങ്ങൾക്ക് നടുവിലായിരുന്നില്ലേ ധ്യാനത്തിന് വേണ്ടിയിട്ട്? The reason is obvious. അതിന്റെ കാരണം വളരെ വ്യക്തമാണ് കേട്ടോ. Trees embody the position and a sense of the act of contemplation. ധ്യാനത്തിന്റെ രൂപത്തെ, ധ്യാന പ്രകൃതിയുടെ ആ മഹാഭാരതത്തെ, മഹാനുഭാവത്തെ മരങ്ങൾ നമുക്ക് തരും. അത് കുമാരനാശാൻ എത്ര സിമ്പിൾ ആയിട്ടാണ് വീണപൂവിൽ എഴുതി വെച്ചിരിക്കുന്നത്. ലാളിച്ചു പെറ്റലതയൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവപുടങ്ങളിൽ വെച്ചു നിന്നെ ആലോലവായു ചെറുതൊട്ടിലുമാട്ടി താരാട്ടാലാപമാർന്നു മലരെ ദലവർമരങ്ങൾ. ഈ കവിതകളൊക്കെ എഴുതിയ കുമാരനാശാൻ നമ്മുടെ നിയമസഭയിൽ നിന്ന് സിംഹഗർജനം പ്രഖ്യാപിച്ചിട്ടുള്ളത് നമുക്കറിയാം. അത് അദ്ദേഹം വിവേകോദയത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വിവേകോദയത്തിന്റെ പൊന്മുറക്കാരാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന കുമാരനാശാന്റെ ഈ പതിപ്പുകൾ. ബഹുമാനപ്പെട്ട മധുസൂദനൻ സാർ അധ്യക്ഷനായിരിക്കുന്ന കുമാരനാശാൻ സ്മാരകത്തിന്റെ ഏറ്റവും കാമ്പുള്ള പ്രകൃതികൾ ഇതാ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നു. ഈ പുസ്തകങ്ങളിൽ ഒന്നിൽ നിന്ന് ഒരു കുമാരനാശാൻ മുകളിലേക്ക് ചാടിയിറങ്ങി നമ്മളോട് പറയും, മിസ്റ്റർ ഗോപാലകൃഷ്ണ ഗോഖലെ, മിസ്റ്റർ ഗാന്ധി, മിസ്റ്റർ രവീന്ദ്രനാഥ ടാഗോർ, ഇവരെല്ലാം അന്യരാജ്യങ്ങളിൽ പോയി ഇന്ത്യൻ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രാണൻ പണയം വെച്ച് യത്നിച്ചവരും യത്നിക്കുന്നവരുമാണ്. ഇന്ത്യയിലെ അനേക കോടി അധകൃത ജനങ്ങൾ ജാതി തിരിഞ്ഞനുഭവിക്കുന്ന
അസ്വാതന്ത്ര്യത്തിന്റെയും കഷ്ടതയുടെയും ശതാംശം ആഫ്രിക്കയിൽ ഇന്ത്യൻ ആര്യന്മാർ അനുഭവിച്ചിട്ടുണ്ടോ? അവിടെ ഒരു വെള്ളക്കാരൻ ഇന്ത്യക്കാർ നോക്കെത്താത്ത ദൂരം വഴിമാറിക്കൊടുക്കണമോ? ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാശാലകൾ തുറന്നു കൊടുക്കാത്തതെന്ത് എന്ന് കുമാരനാശാൻ പ്രജാസഭയിൽ നിന്ന് തന്റെ മുറിഞ്ഞ ഇംഗ്ലീഷിൽ പറഞ്ഞതിന്റെ ഭാഗമാണ് സംസ്കൃത വിദ്യാശാലകളിലേക്ക് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് ജാതി നോക്കാതെ കയറാനുള്ള അവകാശം ഉണ്ടാക്കിയെടുത്ത പ്രഖ്യാപനം. ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട 3 കവികൾ ഇവിടെ കവിത ചൊല്ലാനുണ്ട്. ഈ കവി നമ്മുടെ ഏറ്റവും വലിയ തെറാപ്യൂട്ടിക് കവിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ പ്രേമത്തിന്റെ ഏറ്റവും വലിയ ഭാഷണം നടത്തിയിരിക്കുന്ന ചിന്താവിഷ്ടയായ സീതയിലെ വരികൾ നോക്കൂ. സ്വയമേ പതിരാഗജങ്ങളം പ്രിയഭാവങ്ങൾ തുലഞ്ഞിടായിലും അവ ചിന്തയിലൊന്നിടാതെയായി ശ്രവണത്തിൽ പ്രതിശബ്ദമെന്ന പോൽ. അടുത്ത വരി ശ്രദ്ധിച്ചു നോക്കൂ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ, ഒന്ന് കാത് സീതയുടെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ച് നോക്കൂ. ക്ഷണമാത്ര വിയോഗമുൾത്തടം വ്രണമാക്കുംപടി വച്ചതെങ്കിലും പ്രണയം തലപൊക്കിടാതെ ഈ നണലിപ്പാമ്പു കണക്കെ നിദ്രയായി. ആശാൻ എഴുതിക്കഴിഞ്ഞ് ലോക കവിതയിൽ മറ്റൊരു കവി ആദ്രലോർ അദ്ദേഹത്തിന്റെ കൽക്കരി എന്ന് പറയുന്നത് കോൾ എന്ന കവിതയിൽ എഴുതുന്ന ഒരു വരിയുണ്ട്. Some words live in my throat, breathing like others. Others know sun, seeking like gypsies over my tongue. നിങ്ങൾ പാമ്പിനെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അണലിപ്പാമ്പിനെ കണ്ടിട്ടുണ്ടോ? കരിയിലകൾക്കിടയിൽ മൃതിയുടെ ഖനീഭവിച്ച വിഷവുമായിരിക്കുന്ന ആ അണലിപ്പാമ്പിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ അണലിപ്പാമ്പ് അനങ്ങാതെ കിടക്കുന്നു, അതതിന്റെ കുഞ്ഞിനെ പാലൂട്ടുന്നു. എന്റെ ഹൃദയത്തിലെ സ്നേഹമുണ്ടല്ലോ പതിയെ ഓർക്കുന്ന പ്രിയപ്പെട്ട രാമ, കളിയാടും പ്രിയനെന്ന് കുട്ടി പോൽ നദിക്കരയിൽ എനിക്ക് പൂക്കൾക്ക് വേണ്ടി പാറിയ രാമ എന്നെഴുതിയ ചിന്താവിഷ്ടയായ സീത, ഭ്രാന്താലയമെന്ന് വിവേകാനന്ദ സ്വാമികൾ വിളിച്ച, കേരളത്തെ ചികിത്സിച്ച ഏറ്റവും വലിയ തെറാപ്യൂട്ടിക് എനർജിയാണെന്നും തെറാപ്യൂട്ടിക് ഇമാജിനേഷൻ ആണെന്നും കൂടി നമ്മൾ ഓർത്തുകൊള്ളണം. അദ്ദേഹം ജാതി രോഗാണുക്കളെ എടുത്തിട്ട് ജാതിയില്ലാത്ത ഒരു ശരീരത്തിലേക്ക് പ്രതിഷ്ഠിച്ച് സൃഷ്ടിച്ചെടുത്ത തെറാപ്യൂട്ടിക് ഇമാജിനേഷന്റെ ഏറ്റവും വിസ്തൃതമായിട്ടുള്ള ദുരവസ്ഥയിലെ കവനത്തെ പറ്റി എനിക്ക് പറയേണ്ടതുണ്ടെങ്കിലും ഞാൻ എന്റെ വർത്തമാനം ഉപസംഹരിക്കുന്നത് എന്റെ ഒരു പുസ്തകത്തിലെ ചെറിയൊരു ഭാഗം ഓർത്തുകൊണ്ടാണ്. ഞാൻ ആശാനെ കോരിക്കുടിച്ചിട്ടുണ്ട്. ആശാൻ മരിച്ചുപോയ, ആശാനെ മൃതി പിടിച്ചുകൊണ്ടുപോയ പല്ലനയാറ്റിന്റെ കരയിൽ ധ്യാനനിരതനായി നിന്നിട്ടുണ്ട്. പല്ലനയിലെ ആ വളവിൽ റെഡീമർ ബോട്ടിനെ മുക്കിക്കളഞ്ഞ ആ വലിയ കൊടുംവളവിലെ ജലം കോരിയെടുത്തിട്ട് ജലത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനെ എന്റെ കവിയെ മുക്കിക്കളഞ്ഞു? ആശാൻ പൂർത്തിയാക്കാതെ പോയ ഒരു ആത്മകഥയുണ്ട്. ആ ആത്മകഥയിലെ ഒരു ഭാഗം പുനഃസൃഷ്ടിക്കുമ്പോൾ അതിലേറ്റവും ഇഷ്ടപ്പെട്ടതായി എനിക്ക് തോന്നിയ ഒരു കാര്യം, കാളിയഘട്ടിൽ എന്റെ പിതാവിന് സ്നാനം വേണമെന്ന് പറഞ്ഞപ്പോൾ പ്യൂൺ ഒഴിഞ്ഞു മാറി. പക്ഷെ അയാൾ പിന്നീട് എന്നോടൊപ്പം വന്നു. ഞാൻ എന്റെ പിതാവിന്റെ മരണനേരത്ത് അടുത്തുണ്ടായിരുന്നില്ല കേട്ടോ. എന്റെ അച്ഛൻ മരണത്തെ കുടിക്കുമ്പോൾ അടുത്തെത്താൻ എനിക്ക് കഴിഞ്ഞില്ല കേട്ടോ. ആ പാപം എവിടെ കൊണ്ട് ഞാൻ കഴുകിക്കളയുമെന്ന് കാളിഘട്ടിലൂടെ ഒരു വഞ്ചിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ കവിക്ക് തോന്നുകയാണ്. അതൊരു പതിവ് സമയമായിരുന്നില്ല, തണുപ്പും കൂടുതൽ. ഞാനൊപ്പം കൂടി. അച്ഛനു വേണ്ടി ഒരു സ്നാനമാണ് ഞാൻ മനസ്സിൽ കരുതിയത്. അമ്മ അറിയാതെ ഞാൻ സ്നാനം ചെയ്യുന്നു. കാളി എന്നെ പരീക്ഷിക്കുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു. അവിചാരിതമായി വന്ന ഒരു ഭാവമായിരുന്നു ഞാൻ. പുരോഹിത് എന്ന വൃദ്ധ സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ അച്ഛനെ ഓർക്കുകയായിരുന്നു. അയാൾ എന്നോട് തിരിച്ചു പറഞ്ഞു, അച്ഛന്റെ മരണനേരത്ത് മന്ത്രങ്ങൾ ചൊല്ലാൻ നിങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലേ? അതെ, അന്ന് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു. സാരമില്ല, സ്നാനത്തിനു വേണ്ടി ജലത്തിനിടയിൽ ഊർധ്വനെ ബന്ധിച്ചു കിടക്കുമ്പോൾ അറിയാവുന്ന ഏതെങ്കിലും ശിവസ്തുതി പറയൂ. കാലാരിയാണ് ഭഗവാൻ, പിതാവിനെ മുന്നിലെത്തിച്ചു തരും. ഒരു ദർശനം മാത്രം കിട്ടും, യാത്ര ചോദിച്ചുകൊള്ളും. അദ്ദേഹം ഗംഗയിലേക്ക് കുനിഞ്ഞു. കാളിയുടെ നാവ്, സാക്ഷാൽ ഗുന്ദർഗ്രസിന്റെ കാളിയുടെ നാവ് എന്ന പുസ്തകം എഴുതപ്പെട്ട കൽക്കത്ത. ആ കാളിയുടെ നാവ് എന്നെ പിടിച്ചു താഴ്ത്തിയതുപോലെ ഞാൻ വീണുപോയി. ഒരു ശിവസ്തുതിയും ഞാൻ മനസ്സിൽ കരുതിയിരുന്നില്ല. പക്ഷെ എനിക്ക് എന്റെ പിതാവിനെ കാണണമായിരുന്നു. അനേക കോടി മനുഷ്യരുടെ പിടപ്പുകൾ കൈകാലിട്ടടിക്കുന്ന തണുപ്പ് എന്റെ തലച്ചോറിലിരുന്ന് പുകഞ്ഞു. മാലുണ്ട ദുരപ്പാൻ കഴിവില്ല ശിശുവിന്റെ പോലിങ്ങു നിരർത്ഥ ധുനിയാണെന്റെ പുലമ്പൽ. ആ ഗുരുവിന്റെ കവിതയല്ലാതെ ഞാൻ ഏത് ചൊല്ലും? ആശാൻ പറയുക, ആലംബനമാമെങ്കിലും അംബാസമമിന്നൻ കോലത്തുക്കര കോവിലിൽ വാഴും പരമേശ. കാളിയുടെ നാവ് എന്നെ നിലത്ത് വെച്ചു. ഒരു പൊട്ടുപോലെ ഞാൻ എൻ്റെ പിതാവിനെ കണ്ടു. അപ്പാ എന്ന് ഞാൻ വിളിച്ചു തീരും മുമ്പ് എൻ്റെ പിതാവ് ജലത്തിൽ നിന്ന് അലിഞ്ഞലിഞ്ഞു പോയി. അതുകൊണ്ട് വ്യാസ, അങ്ങ് തിരിച്ചു വരും നേരം ഞങ്ങളോട് ചോദിക്ക്, നിങ്ങൾക്ക് എന്തു ഞാൻ തിരിച്ചു തരും എന്ന്. മലയാളികൾ ജലത്തിൽ ശിരസ് മുക്കി വെച്ചിട്ട് ഉറക്കപ്പുറത്തേക്ക് എണീറ്റ് നിന്ന് പറയും, വ്യാസ
ഞങ്ങളുടെ കുമാരനാശാനെ നിനക്ക് തിരിച്ചു തരാൻ കഴിയുമോ? ഒരിക്കൽ കൂടി ചിന്താവിഷ്ടയായ സീതയുടെ തുടർച്ചകൾ വായിക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ? ആശാന്റെ കവനം കേൾക്കാൻ ഞങ്ങൾക്ക് കഴിയുമോ? മുങ്ങാതെ പോകുന്ന ഒരു റെഡീമറിനെ സൃഷ്ടിക്കാൻ നിനക്ക് കഴിയുമോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.